നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ പൂർണിയ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്രനായി മത്സരിച്ച പപ്പു യാദവ് കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരികെയെത്തി. പൂർണിയ ലോക്സഭാ മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച പപ്പു യാദവ് മികച്ച ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കോൺഗ്രസ് പാർട്ടിയിൽ പ്രവേശിച്ച പപ്പു യാദവ് സ്വതന്ത്രനായാണ് പൂർണിയ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചത്. ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജന ധാരണയിൽ പൂർണിയ ലോക്സഭാ മണ്ഡലം RJDക്ക് വിട്ടു നൽകേണ്ടതിനാൽ പപ്പു യാദവിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു. എന്നാലും തന്റെ പ്രവർത്തന മണ്ഡലമായ പൂർണിയയിൽ സ്വതന്ത്രനായി മത്സരിക്കാനായിരുന്നു പപ്പു യാദവിന്റെ തീരുമാനം. ആ തീരുമാനം ശരിവെക്കുന്ന മികച്ച രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് പൂർണിയയിൽ പപ്പു യാദവ് നയിച്ചത്. അതിന്റെ ഫലമെന്നോണം മികച്ച രീതിയിലുള്ള ഭൂരിപക്ഷത്തോടുകൂടി പൂർണിയയിലെ ജനങ്ങൾ പപ്പു യാദവിനെ തിരഞ്ഞെടുത്തു. കൊറോണ കാലഘട്ടത്തിലും അതുപോലെ തന്നെ ബീഹാറിൽ പ്രളയം വ്യാപിപ്പിച്ചപ്പോഴും മികച്ച രീതിയിലുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി പൂർണിയ ലോക്സഭാ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന പപ്പു യാദവിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് പൂർണിയ ലോക്സഭാ മണ്ഡലത്തിലെ ഈ വിജയത്തെ കാണാൻ കഴിയുന്നത്. പൂർണിയ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പപ്പു യാദവ് ഡൽഹിയിലെ AICC ആസ്ഥാനത്തെത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും സന്ദർശിച്ച് താൻ കോൺഗ്രസിനോട് ചേർന്ന് പ്രവർത്തിക്കുമെന്നും തന്റെ ലോക്സഭാ അംഗത്വം കോൺഗ്രസിനായി ലഭിച്ചിട്ടുള്ള അംഗീകാരമാണെന്നും അതിനാൽ തന്നെ താൻ കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനിക്കുന്നതെന്നും പപ്പു യാദവ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. ഇതോടുകൂടി ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കോൺഗ്രസ് ലോക്സഭയിൽ 101 വർദ്ധിപ്പിച്ചു.